പത്രിക പുറത്തിറങ്ങിയിട്ടില്ല. പക്ഷേ ഇന്നലെ പുത്തരിക്കണ്ടത്തിന്റെ നിറഞ്ഞ വേദിയെ, നിറഞ്ഞ സദസ്സിനെയും ഒക്കെ സാക്ഷി നിർത്തി രാഹുൽ ഗാന്ധി എന്തൊക്കെയാണ് പറഞ്ഞത് നമുക്ക് നോക്കാം. ആ ഗ്യാരണ്ടികൾ എന്താണ് എന്നത് നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ന് UDF-ന്റെ ചില പ്രവർത്തകർ ചില ബസ്സുകളിലേക്കൊക്കെ ചെന്ന് KSRTC ബസ്സിൽ നിൽക്കുന്ന ആളുകളോടൊക്കെ പറയുന്നുണ്ടായിരുന്നു, ചേച്ചി അടുത്ത തവണ UDF വരികയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ സൗജന്യമായ യാത്രയുണ്ടാകും എന്ന്. അടുത്തത് ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് അടുത്ത ഗ്യാരണ്ടി. അടുത്തത് കോളേജ് വിദ്യാർത്ഥികൾക്ക് മാസം 1000 രൂപ വീതം നൽകും എന്നുള്ളതായിരുന്നു. അടുത്തത് 25 ലക്ഷത്തിന്റെ സൗജന്യ ഇൻഷുറൻസ് പദ്ധതി, അത് പ്രഖ്യാപിക്കും എന്ന ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു. യുവജനങ്ങൾക്ക് 5 ലക്ഷം പലിശരഹിത വായ്പ എന്നുള്ളതായിരുന്നു അടുത്ത പ്രഖ്യാപനം. അടുത്തത് മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക വകുപ്പ് രൂപീകരിക്കും എന്നുള്ളതായിരുന്നു. ഈ 5 കാര്യങ്ങളാണ് ഗ്യാരണ്ടിയായി രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിന്റെ ചുവട് പിടിച്ചായിരിക്കും പ്രകടന പത്രികയും അടക്കമുള്ള കാര്യങ്ങളുമായി UDF മുന്നോട്ട് വരിക. പ്രചാരണ കാലയളവ് മുഴുവനും ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരിക്കും UDF തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോവുക എന്നതുകൂടി വ്യക്തമാണ്. രാഹുൽ ഗാന്ധി നടത്തിയ പ്രഖ്യാപനങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ജനപ്രിയ പ്രഖ്യാപനങ്ങളെന്ന് നിസ്സംശയം പറയാമെങ്കിലും അത് നടപ്പിലാക്കുന്നതിലെ പ്രായോഗികത സംബന്ധിച്ച ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. UDF അധികാരത്തിൽ വന്നാലും കേരളത്തിന്റെ ഖജനാവിന് താങ്ങാൻ കഴിയുന്നതാണോ ഈ വാഗ്ദാനങ്ങൾ? TV പ്രസാദ് പറഞ്ഞു തരും നമുക്ക്. TV പ്രസാദ് 25 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് പദ്ധതി അത് നടപ്പിലാക്കുക എന്ന് പറയുന്നത് KSRTC ഒന്ന് നടുവ് നിവർത്തി വരുന്നതേയുള്ളൂ. അപ്പോഴേക്കും സ്ത്രീകളുടെ യാത്രാ സൗകര്യം അത് സൗജന്യമായി നൽകുക എന്ന് പറയുന്നത്, ഇതിനൊക്കെ വലിയ കാഴ്ചപ്പാട് വേണം. പണം എവിടെ എന്നത് വിശദീകരിക്കണം. ഇങ്ങനെ പല വിമർശനങ്ങളാണ് ഇടതുപക്ഷത്തു നിന്നുണ്ടാകുന്നത്. അത് തന്നെയാണ് മാധു ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഇതിനെല്ലാം പണം എവിടെ നിന്ന് വരും എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. ഖജനാവിൻ്റെ കാര്യം പറഞ്ഞാൽ ഖജനാവ് നേരത്തെ തന്നെ കാലിയാണ്. വായ്പകൾ എടുത്താണ് എല്ലാ തലങ്ങളും എവിടൊക്കെ നിന്ന് വായ്പ എടുക്കാൻ പറ്റും അതൊക്കെ വായ്പ എടുത്തുകൊണ്ടാണ് സംസ്ഥാനം ഇന്ന് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല കടമെടുക്കാൻ പറ്റുന്ന സംവിധാനങ്ങളിൽ നിന്നെല്ലാം കടമെടുക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ പല ഘടകങ്ങൾ വഴി ആ ധനം ഏതെങ്കിലും രീതിയിൽ സമാഹരിക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ തന്നെ മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് ആരെയും കണ്ണഞ്ചിപ്പിക്കുന്ന ഈ പ്രഖ്യാപനങ്ങൾ വരുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായി ഇത് ജനങ്ങളെ സംബന്ധിച്ച് അവർക്കുള്ള ഒരു പ്രതീക്ഷയാണ്. സൗജന്യ യാത്ര, അതുപോലെ തന്നെ 3000 രൂപ പെൻഷൻ, അതുപോലെ തന്നെ ഒരു കുടുംബത്തിന് 25 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് എന്നൊക്കെ കേൾക്കുന്നത് ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷ തന്നെയാണ്. പക്ഷേ അത് എവിടുന്ന് എടുത്തിട്ടാണ് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും മാധു, കൃത്യമായി നികുതി പിരിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള വരുമാനത്തിൻ്റെ എത്രയോ ഇരട്ടി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കേരളത്തിനുണ്ട്. പക്ഷേ വരുന്നത് UDF സർക്കാരാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞതുപോലെ നിറവേറ്റണമെങ്കിൽ അതിൽ കൂടി നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ കൂടി കഴിവുണ്ടായിരിക്കണം. ഇനിയിപ്പോൾ അക്കാര്യമെല്ലാം ചർച്ച ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. എന്തായാലും ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായത്. നിലവിലെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ നിന്നുകൊണ്ട് ഇത് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നികുതി കൃത്യമായി പിരിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിന് സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും തിരഞ്ഞെടുപ്പിൽ അടിമുക്കുകയാണ് LDF-ഉം UDF-ഉം NDA-യും തമ്മിൽ. ശരി, TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.